കൊല്ലം നിലമേലിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയത് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവിയും മരുമകൻ ഷാജിയുമാണ് മരിച്ചത്. ഇന്നലെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചു. നിലമേൽ പ്ലാച്ചിയോട് സ്വദേശി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഷാജിയും കുടുംബവും സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ 6 പേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ സീ ഫുഡ് കഴിക്കാൻ പോയത്. കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴി ഒരു ഛർദിലും കാര്യങ്ങളൊക്കെ ആയി. മീൻമുട്ട മേടിച്ച്, അപ്പ മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ പറയുമ്പോൾ നെഞ്ച് വേദന പറഞ്ഞു. പിന്നെ വെള്ളം ചോദിച്ച് അത് ഷാജിങ് ആള് തച്ചിച്ച് അങ്ങനെ ആട്ടിയങ്ങാൾ 5-6 പയ്യന്മാരുണ്ട്. നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടി നമ്മൾ ആക്കിയതാണ്. വീട്ടിലെത്തിയ റഷീദ ബീവിക്കും മരുമകൻ ഷാജിക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് കടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് റഷീദ ബീവിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സജിമോളുടെ 10ഉം 15ഉം വയസ്സുള്ള 2 മക്കൾക്കും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാജിയുടെ സുഹൃത്ത് കണ്ണനും ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇവർ ഭക്ഷണം കഴിച്ച വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചിരുന്നു. ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.